ഇറാൻ-ഇസ്രായേൽ യുദ്ധം പശ്ചിമേഷ്യയിൽ വലിയ രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ലോകത്തിലെ പ്രധാന എണ്ണവാതക ഗതാഗത പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിലും ഗൾഫ് മേഖലയിലുമുണ്ടായ സംഘർഷാവസ്ഥ നിരവധി രാജ്യങ്ങളുടെ ഊർജ്ജ വിതരണ സംവിധാനത്തെ ബാധിച്ചു. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കും അതിന്റെ ആഘാതം ശക്തമായി അനുഭവിക്കേണ്ടി വന്നത് പാചകവാതകമായ LPGയുടെ ലഭ്യതയിലുണ്ടായ ആശങ്കകളുടെ രൂപത്തിലായിരുന്നു. ഗൾഫ് മേഖലയിലെ അനിശ്ചിതാവസ്ഥ മൂലം വിതരണ ശൃംഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ഭയത്തിൽ രാജ്യത്തെ പല ഭാഗങ്ങളിലും ആളുകൾ സാധാരണയേക്കാൾ കൂടുതൽ ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യാൻ തുടങ്ങി. ലഭ്യത കുറയുമെന്ന ആശങ്കയും സംഭരണ ഭയവും കാരണം ഒരേ സമയം വലിയ തോതിൽ ബുക്കിംഗുകൾ വർദ്ധിച്ചതോടെ വിതരണ സംവിധാനത്തിൽ സമ്മർദ്ദം ഉയർന്നു. ഈ സാഹചര്യം നിയന്ത്രിക്കാനായി കേന്ദ്ര സർക്കാർ ചില കർശന നടപടികൾ സ്വീകരിക്കേണ്ടി വന്നു. രാജ്യത്തെ ആഭ്യന്തര LPG ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സർക്കാർ ശ്രമങ്ങൾ ശക്തമാക്കിയതായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. നിലവിലെ പ്രതിസന്ധി മറികടക്കുന്നതിനായി ഇന്ത്യയിൽ LPG ഉൽപാദനം ഏകദേശം 25% വരെ വർദ്ധിപ്പിച്ചതായും അവർ അറിയിച്ചു. ഇതിലൂടെ ആഭ്യന്തര ആവശ്യങ്ങൾ ഭാഗികമായി നിറവേറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. എന്നാൽ ഇന്ത്യയിലെ LPG പ്രതിസന്ധി പൂർണ്ണമായി അവസാനിക്കാൻ പശ്ചിമേഷ്യയിലെ സാഹചര്യം സാധാരണ നിലയിലാകേണ്ടതുണ്ടെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഊർജ്ജ വിതരണ ഗതാഗതം സുതാര്യമാവുകയും ഗൾഫ് മേഖലയിലെ രാഷ്ട്രീയ സുരക്ഷാ സാഹചര്യം സ്ഥിരതയിലാവുകയും ചെയ്താൽ മാത്രമേ വിതരണം പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് മടങ്ങാൻ കഴിയൂ. അതുവരെ രാജ്യത്ത് LPG വിതരണവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ തുടരാനാണ് സാധ്യത. ഇപ്പോൾ നിലവിലുള്ള പ്രതിസന്ധി നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച പ്രധാന നടപടികളിലൊന്നാണ് ആധാർ അടിസ്ഥാനമാക്കിയുള്ള eKYC സംവിധാനം. LPG വിതരണ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ദുരുപയോഗങ്ങൾ തടയുന്നതിനുമായി ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിൽ സർക്കാർ ഇടപെടുകയാണ്. ഇതിന്റെ ഭാഗമായി രാജ്യത്തെ എല്ലാ ഗാർഹിക LPG ഉപഭോക്താക്കളും ആധാർ അടിസ്ഥാനമാക്കിയുള്ള eKYC പ്രക്രിയ നിർബന്ധമായും പൂർത്തിയാക്കണമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു നിർബന്ധിത നടപടിയായി മാറിയിരിക്കുകയാണ്. ഉപഭോക്താക്കൾ അവരുടെ വ്യക്തിത്വം സ്ഥിരീകരിക്കാൻ ബയോമെട്രിക് അല്ലെങ്കിൽ ഫേസ് ഒതന്റിക്കേഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഐഡന്റിറ്റി വെരിഫിക്കേഷൻ നടത്തണം. eKYC പ്രക്രിയ പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾക്ക് ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കില്ല. കൂടാതെ ഗ്യാസ് സബ്സിഡിക്ക് അർഹതയുള്ളവർക്ക് സബ്സിഡി ലഭിക്കാതെയും പോകാം. ആളുകളുടെ ഭയം മൂലമുണ്ടാകുന്ന അമിത ബുക്കിംഗുകൾ നിയന്ത്രിക്കാനും വിതരണ സംവിധാനം സുതാര്യമാക്കാനും ഈ നടപടികൾ സഹായിക്കുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. ഇതിനോടൊപ്പം മറ്റൊരു പ്രധാന തീരുമാനമായി ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്യുന്നതിനുള്ള കുറഞ്ഞ സമയപരിധിയും സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മുൻപ് 21 ദിവസമായിരുന്ന റീഫിൽ ഇടവേള ഇപ്പോൾ 25 ദിവസമായി ഉയർത്തിയിട്ടുണ്ട്. ഇതിലൂടെ ഒരേ സമയം നിരവധി സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതും സംഭരിക്കുന്നതും കുറയ്ക്കാനാണ് ലക്ഷ്യം. ഗാർഹിക LPG സിലിണ്ടറുകളുടെ ദുരുപയോഗം തടയുന്നതിലും eKYC സംവിധാനം നിർണായക പങ്കുവഹിക്കും. ചിലർ ഒന്നിലധികം ഗ്യാസ് കണക്ഷനുകൾ കൈവശം വെച്ച് സബ്സിഡി സംവിധാനത്തെ ദുരുപയോഗം ചെയ്യുന്നതായി സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം തട്ടിപ്പുകൾ നിയന്ത്രിക്കാൻ ആധാർ ബന്ധിപ്പിച്ച പരിശോധനാ സംവിധാനം സഹായകരമാകുമെന്ന് അധികൃതർ പറയുന്നു. ഇതോടൊപ്പം കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും തടയുക, യഥാർത്ഥ അർഹരിലേക്ക് സബ്സിഡി എത്തുന്നുവെന്ന് ഉറപ്പാക്കുക, വ്യാജ കണക്ഷനുകൾ ഒഴിവാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് സർക്കാർ eKYC നടപടികൾ ശക്തമാക്കുന്നത്. LPG വിതരണ സംവിധാനം കൂടുതൽ സുതാര്യവും നിയന്ത്രിതവുമാക്കുക എന്നതും ഇതിന്റെ പ്രധാന ലക്ഷ്യമാണ്. eKYC പ്രക്രിയ പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിലാണ് നടപ്പാക്കുന്നത്. LPG കണക്ഷൻ ഉടമ തന്റെ ആധാർ വിവരങ്ങൾ ഗ്യാസ് വിതരണ സംവിധാനവുമായി ബന്ധിപ്പിക്കുന്നതാണ് പ്രധാന നടപടി. മൊബൈൽ ഫോൺ ഉപയോഗിച്ചും ഉപഭോക്താക്കൾക്ക് ഈ പ്രക്രിയ വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കാം. ഇതിനായി ആദ്യം ഉപഭോക്താക്കൾ അവരുടെ ഗ്യാസ് വിതരണ കമ്പനിയുടെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. തുടർന്ന് ആപ്പിൽ ലോഗിൻ ചെയ്ത ശേഷം eKYC അല്ലെങ്കിൽ ആധാർ ഒതന്റിക്കേഷൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. തുടർന്ന് ആധാർ ഫേസ് RD എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫേഷ്യൽ സ്കാൻ അല്ലെങ്കിൽ ബയോമെട്രിക് വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. പ്രക്രിയ പൂർത്തിയായാൽ ഉപഭോക്താവിന്റെ തിരിച്ചറിയൽ വിവരങ്ങൾ സ്ഥിരീകരിക്കപ്പെടുകയും LPG കണക്ഷൻ സിസ്റ്റവുമായി ബന്ധിപ്പിക്കപ്പെടുകയും ചെയ്യും. ഈ സേവനം പൂർണ്ണമായും സൗജന്യമാണ്. ഉപഭോക്താക്കൾക്ക് ഗ്യാസ് ഏജൻസികളിൽ നേരിട്ടെത്തിയും eKYC പൂർത്തിയാക്കാനുള്ള സൗകര്യം ലഭ്യമാണ്. eKYC പൂർത്തിയാക്കാൻ ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആധാർ കാർഡ്, LPG ഉപഭോക്തൃ നമ്പർ, ഗ്യാസ് ഏജൻസിയുടെ പേര്, രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ, ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ. ഇത്തരം നടപടികൾ വഴി രാജ്യത്തെ LPG വിതരണ സംവിധാനം കൂടുതൽ സുതാര്യമാക്കുകയും പ്രതിസന്ധി സാഹചര്യങ്ങളിലും സാധാരണ ജനങ്ങൾക്ക് തടസ്സമില്ലാതെ പാചകവാതകം ലഭ്യമാക്കുകയും ചെയ്യുകയാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.